നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അല്പസമയ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു തളർവാദ രോഗിയോട്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. വചന സമീക്ഷയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, യേശു എവിടെ പോയാലും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ഒരു വലിയ ജനസമൂഹം തന്നെ അദ്ദേഹത്തിൻ്റെ പുറകെ ഉണ്ടായിരിക്കും, അല്ലേ? അദ്ദേഹം ഒരു ദിവസം കഫർന്നഹൂമിൽ ഒരു വീട്ടിലായിരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ള ശ്രുതി കേട്ട് അവിടെയുള്ള പുരുഷാരമൊക്കെയും അദ്ദേഹത്തെ കാണാനായിട്ട് ആ വീടിന് മുന്നിലേക്ക് തടിച്ചു കൂടിയിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് 4 പേര് ചുമന്നുകൊണ്ട് ഒരു പക്ഷപാത രോഗിയെ, അതായത് ഒരു തളർവാദം പിടിച്ച ഒരു രോഗിയെ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എണീക്കാൻ പറ്റില്ല, സംസാരിക്കാനോ മിണ്ടുവാനോ അനങ്ങുവാനോ ഒന്നിനും കഴിയാതെ ഒരു തളർന്നു കിടക്കുന്ന ഒരു രോഗിയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയേറെ പുരുഷാരങ്ങൾ അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് ഈ കൊണ്ടുവന്ന 4 പേര് എന്ത് ചെയ്തു എന്നറിയോ? ഈ കട്ടിലിനെ മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ മുന്നിലേക്ക് അദ്ദേഹത്തെ ഇറക്കി വെക്കുവാണ്. അപ്പോൾ യേശുവിന് അത് കണ്ടിട്ട് വളരെ അതിശയം തോന്നി. കാരണം ഈ കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരുടെ ഒരാഗ്രഹം, അതായത് ഇദ്ദേഹം എങ്ങനെയെങ്കിലും നേരെ ആകണം, ഈ രോഗം സൗഖ്യമാകണം, ഭേദമായി ഇദ്ദേഹം സാധാരണ ആൾക്കാരെ പോലെ എഴുന്നേറ്റ് നടക്കണം എന്നുള്ള ആഗ്രഹവും അവരുടെ വിശ്വാസവും കണ്ടിട്ട് യേശുവിന് വളരെയധികം സന്തോഷം തോന്നി. അവരുടെ ആ വിശ്വാസം കണ്ടിട്ട് യേശു ആ തളർവാദം പിടിച്ച ആ രോഗിയോട് പറയുകയാണ്: മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് ഭവനത്തിലേക്ക് മടങ്ങിപ്പോക. ഇത് എത്രയേറെ ചർച്ചയായ ഒരു വാക്യമാണെന്നറിയോ? അവിടെ ഇരുന്ന പരീശന്മാരെല്ലാവരും യേശുവിൻ്റെ നേരെ ചാടുവാണ്. നിനക്ക് എത്ര അധികാരമുണ്ട് ഒരാളുടെ പാപങ്ങൾ മോചിപ്പിക്കാൻ? ഓക്കെ, ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അതിന് മുൻപുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആ ഭാഗം എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുൻപായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? വ്യൂല ചേച്ചി, എവിടെ നിന്നാ വിളിക്കുന്നേ? ഓക്കെ, എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി? ഹസ്ബൻഡും മക്കളും. ഓക്കെ, ഹസ്ബൻഡ് വർക്കിംഗ് ആണല്ലോ. എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? പാസ്റ്ററാണ്. ഓക്കെ, കുട്ടികളൊക്കെ? കുട്ടികള് പഠിക്കുന്നു. ഓക്കെ, ചേച്ചി ഇതിനു മുൻപേ ഇതില് വിളിച്ചിട്ടുണ്ടല്ലേ? വിളിച്ചിട്ടുണ്ട്. ഓക്കെ ചേച്ചി, വീണ്ടും വിളിച്ചതിൽ വളരെ സന്തോഷം ചേച്ചി. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: അവിടെയുള്ള ഒരു പെരുവഴിയുടെ പേരെന്തായിരുന്നു? വിശുദ്ധ വഴി. ശരി ഉത്തരവാണ് ചേച്ചി, വിശുദ്ധ വഴി. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് ചേച്ചി ഒരു പാട്ട് പാടാവോ? പാട്ട് പാടാൻ സുഖമില്ല. അയ്യോ, അത് കഷ്ടമായി പോയി. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ചേച്ചിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വിശുദ്ധ വഴിയിലൂടെ കടന്നു പോകാത്തത് ആരായിരുന്നു? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അശുദ്ധൻ. സിമ്പിൾ ചോദ്യമായിരുന്നു. ശരി ഉത്തരവാണ് ചേച്ചി, അശുദ്ധൻ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് ചേച്ചി, ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പക്ഷപാതക്കാരൻ്റെ കാര്യമായിരുന്നു. അറിയാലോ. അപ്പൊ ആ ചേച്ചിക്ക് ആ സന്ദർഭം അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാവോ? പക്ഷപാത രോഗിയെ യേശു സൗഖ്യമാക്കിയത്. അതെ, പക്ഷപാത രോഗിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി വന്നപ്പോ ആൾക്കൂട്ടം തിരക്ക് കാരണം അവിടെ കയറാൻ പറ്റിയില്ല. പിന്നെ മേൽക്കൂര പൊളിച്ച് അവിടെ ഇറക്കി വെച്ച് സൗഖ്യം കൊടുത്തു. അപ്പോ അവിടെ ആരുടെ വിശ്വാസം, ആരുടെ പ്രാർത്ഥനയും കൊണ്ടാണ് ആ പക്ഷപാത രോഗിക്ക് സൗഖ്യം വന്നത്?
പക്ഷപാത ചുമന്നു കൊണ്ടുവന്ന ആൾക്കാരുടെ അല്ലേ? അപ്പൊ അതെ, ചേച്ചി അതിനോട് യോജിക്കുന്നുണ്ടോ? അതായത് ഒരാൾക്ക് വിശ്വാസമില്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു കുട്ടിക്ക് വിശ്വാസമില്ലാതെ വളരുവാണ്, അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ കുട്ടി രക്ഷപ്പെടുമെന്ന് ചേച്ചിക്ക് അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും രക്ഷപ്പെടും. അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം ചേച്ചിക്ക് ചേച്ചിയുടെ ലൈഫിലോ പുറത്തുള്ളവരുടെ ലൈഫിലോ വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത ഇടയ്ക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. ഒന്ന് നമ്മളോട്ട് ഷെയർ ചെയ്യാവോ ചേച്ചി? തീർച്ചയായിട്ടും. ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു കുട്ടിക്ക് ഉം. അവളുടെ ശരീരത്തിൽ പെട്ടെന്നൊരു 2-3 മുഴ ഇങ്ങനെ ഉണ്ടായി. ആഹാ. അപ്പം പഠിക്കുന്ന കുട്ടിയാണ്. വളരെ വിഷമം തോന്നി. അതിന് സ്കാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ഉം. ഞങ്ങൾ തന്നെയാണ് ആ കുട്ടിയെ കൊണ്ടുപോയത്. അപ്പൊ ആ വീട്ടുകാർക്ക് വലിയ ധൈര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളും കൂടെ പോയി. ഉം. അപ്പൊ പോയപ്പോഴേ ഞങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു, ദൈവം അത്ഭുതം പ്രവർത്തിക്കും, സ്കാൻ ചെയ്യാൻ വേണ്ടി അകത്ത് കയറ്റുമ്പോൾ ഞങ്ങൾ വെളിയിലിരുന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. വെളിയിലിരുന്ന് ആ സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ വെളിയിൽ കാണിച്ച ഡോക്ടർ വേറെ സംശയത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ക്യാൻസർ ഞങ്ങൾ പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞതൊന്നും നോക്കണ്ട, വലിയ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ സ്കാൻ ചെയ്തപ്പോഴ് ഒരു കുഴപ്പമില്ല. ചെറിയ ഈ കൊഴുപ്പിന്റെ ചെറിയ ഇതാണ്, അത് കുഴപ്പമില്ല, മരുന്ന് പോലും കഴിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഓക്കെ, അതാ പറയുന്നത് നീതിമാന്റെ പ്രാർത്ഥന മറ്റുള്ളവരെ സൗഖ്യമാക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഏറ്റവും 100% ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ? അപ്പൊ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ ഒത്തിരി പാരന്റ്സ് മക്കൾ വഴിതെറ്റി പോകുന്നു എന്ന് പറയുമ്പോൾ ആ മക്കളെ ഈ പ്രാർത്ഥന കൊണ്ട് തന്നെ നേടിയെടുക്കാൻ ഈ പാരന്റ്സിന് സാധിക്കും എന്നുള്ളതാണ് അല്ലേ? അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഒന്നും വെറുതെ അല്ല, എല്ലാം ഓരോരുത്തർക്കും നന്മയായി തന്നെ ഭവിക്കും. രോഗസൗഖ്യത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ ചേച്ചി ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ചേച്ചി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 3ാമത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് വേണ്ടിയുള്ള 3rd ക്വസ്റ്റ്യൻ ഇതാണ്. വിശുദ്ധ വഴിയിൽ കാണാത്തത് ആരെയൊക്കെയാണ്? സിംഹം, ദുഷ്ടമൃഗം. ശരി ഉത്തരവാണ് ചേച്ചി, സിംഹം, ദുഷ്ടമൃഗം. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നമുക്കറിയാം പാസ്റ്ററിന്റെ വൈഫൊക്കെയാണ്, അപ്പോൾ വചനമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ചേച്ചിയായിരിക്കും. അപ്പോൾ ചേച്ചി ഇപ്പോൾ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാർട്ടിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു വാക്യം ഒന്ന് പറയാവോ? പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാവോ? എപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴോ സന്തോഷം വരുമ്പോഴോ ഒക്കെ ചേച്ചിക്ക് ഓർമ്മ വരുന്ന ഒരു വചനം, ചേച്ചി ധൈര്യപ്പെടുത്തുന്ന ഒരു വചനം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഓക്കെ, ഇതിനേക്കാളും വലിയൊരു വചനം ഇല്ല അല്ലേ? എന്ത് വന്നാലും മനുഷ്യരിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, യേശുവിൽ ആശ്രയിക്കുക, എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ചേച്ചിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. ആ വിശുദ്ധ വഴിയിലൂടെ നടക്കുന്നവർ ആരാണ്? വീണ്ടെടുക്കപ്പെട്ടവർ. ശരി ഉത്തരവാണ് ചേച്ചി, വീണ്ടെടുക്കപ്പെട്ടവർ. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുവാണ്. അതിനേക്കാളും എനിക്ക് നന്നായി സന്തോഷമായി ചേച്ചി വിളിച്ചതിൽ. ഇനിയും നമ്മളെ വിളിക്കുമല്ലോ? ഓക്കെ, പ്രോഗ്രാം കാണുക ചേച്ചി, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് ബ്യൂല ചേച്ചിയായിരുന്നു. ചേച്ചി വളരെ സന്തോഷം, വിളിച്ചതിൽ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് തളർവാദ രോഗിയെ യേശു സൗഖ്യമാക്കിയ കാര്യമാണ്. അവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്താ എന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്കറിയാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നാം വിശ്വാസത്തോടു കൂടെ ആയിരിക്കണം. വിശ്വാസത്തിൽ അടിയുറച്ച് പ്രാർത്ഥനയിൽ കെട്ടിപ്പടുക്കുന്ന ജീവിതങ്ങൾ ഒരിക്കലും തളർന്നു പോകില്ല, നഷ്ടമാവില്ല എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, തളർവാദ രോഗിക്ക് സംസാരിക്കാനോ ചലിക്കാനോ ഒന്നിനും തന്നെ സാധിക്കത്തില്ല. പക്ഷെ അദ്ദേഹം സുഖപ്പെട്ടിരിക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ചുമന്നു കൊണ്ടുവന്ന ഈ 4 ആൾക്കാരുടെ വിശ്വാസം തന്നെയാണ്. യേശു മറ്റുള്ളവരുടെ വിശ്വാസവും പ്രാർത്ഥനയും കണക്കിലെടുത്തും മറ്റുള്ളവർക്ക് സൗഖ്യം നൽകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ വേദഭാഗം.
ഓക്കെ. ഏറ്റവും ഒരുപാട് ഒത്തിരി പാരൻസ് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കുട്ടികൾ പറയുന്നത് അനുസരിക്കുന്നില്ല, വഴിതെറ്റി പോകുന്നുണ്ട്, അവരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കില്ല. അങ്ങനെയുള്ള പാരൻസിനോട് ഞാനൊരു കാര്യം പറയട്ടെ. തീർച്ചയായിട്ടും അവരെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ പൈശാചിക ലോകത്തിൽ അവർ തെറ്റിപ്പോകാനുള്ള ഉപാധികൾ വളരെ അധികമുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് അവരെ തിരിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം നമ്മുടെ വിശ്വാസവും അവർക്ക് വേണ്ടിയുള്ള നിരന്തര പ്രാർത്ഥനയുമാണ്. അത് മുഖാന്തരം തീർച്ചയായിട്ടും ഓരോ കുട്ടികളും തിരിച്ചു വരിക തന്നെ ചെയ്യും, ദൈവസന്നിധിയിൽ അവർ നിലനിൽക്കുക തന്നെ ചെയ്യും. എത്രയോ കുട്ടികളുടെ അപകടങ്ങളും ഓരോ രോഗങ്ങളും ഒക്കെ മാതാപിതാക്കളുടെ ഒറ്റ പ്രാർത്ഥന കൊണ്ട് നീങ്ങിപ്പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അതിനു മുൻപായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ, എവിടെന്നാ വിളിക്കുന്നേ? ഓക്കെ, എന്ത് ചെയ്യുന്നു ബെൻ? ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഓക്കെ, ഏത് സബ്ജക്റ്റ് ആയിരുന്നു പ്ലസ് ടുവിന്? ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ആഹാ, നല്ല മാർക്ക് ഉണ്ടായിരുന്നോ? കുഴപ്പമില്ല, ഒരു 25-80%. ഓക്കെ, അത് നല്ല മാർക്ക് തന്നെയാണല്ലോ. കൺഗ്രാജ് കേട്ടോ. അപ്പൊ ഇനി എന്താണ് പരിപാടി? ഇനി എന്ത് ചെയ്യാനാണ് പ്ലാൻ? ഞാൻ അബ്രോഡ് സ്റ്റഡീസ് ആണ് നോക്കണേ. ഓക്കെ ഓക്കെ, അതിന് ദൈവം വഴി ഒരുക്കട്ടെ ബെൻ. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദൈവം എൻ്റെ സ്നേഹിതനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? അത് നമ്മളെ അബ്രഹാമിനല്ലേ? ആണോ? അതെ അതെ, ശരി ഉത്തരവാണ് ബെൻ, അബ്രഹാമിനെ. ഓക്കെ ഓക്കെ, ബെന്നിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നീ എൻ്റെ ദാസനെന്നും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും ദൈവം ആരോടാണ് പറഞ്ഞത്? ഇസ്രായേലിനോട്. ശരി ഉത്തരാണ് കേട്ടോ. അപ്പോ ബെൻ ഏത് ചർച്ചിലാ പോകുന്നേ? ഞാൻ അംബികാപുരം. ഓക്കെ, അവിടെ സൺഡേ സ്കൂളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഞാൻ പോകാറുണ്ട്. ഓക്കെ, അപ്പോ വചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണോ ബെൻ? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടീനേജേഴ്സിന്റെ ഒക്കെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ പല കാര്യങ്ങളിലോട്ടും മനസ്സ് ചായുന്ന ഒരു സമയമാണ്. അതായത് ഗെയിം അഡിക്ഷനും അതുപോലെ വേറെ വേറെ പല പല കാര്യങ്ങളിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ദൈവത്തെ അന്വേഷിക്കുന്നവർ ചുരുക്കമാണ്. അതിലൊരാൾ തന്നെയാണ് ബെന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ബെന്നിന് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ചോദിക്കുവാണ്. റെഡിയാണോ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. യഹോവ അവരെ എങ്ങനെ താങ്ങുമെന്നാണ് പറഞ്ഞത്? തന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട്. ഉറപ്പാണോ? ഉറപ്പാ. ശരി ഉത്തരവാണ്, തന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട്. ഓക്കെ, അപ്പോ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ അവശേഷിക്കുന്നുള്ളൂ. റെഡിയാണോ? നമുക്ക് പോവാമോ ക്വസ്റ്റ്യനിലോട്ട്? ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നിന്നോട് വാദിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ നശിച്ച് ഇല്ലാതാകും. ശരി ഉത്തരവാണ്. ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം ബെൻ. 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. ഹാപ്പി ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് ബെന്നായിരുന്നു. ബെൻ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുവാണ്. ഫസ്റ്റ് ടൈമാണ് ആ കുട്ടി ഇവിടെ വിളിക്കുന്നത്. ഇനി വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വചന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലേ, ഏതെങ്കിലും ഒരു അപകടം തരണം ചെയ്ത് വരുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന്, ഇപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് അറിയാതെ വരുന്നൊരു കാര്യമുണ്ട്. ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു,
അല്ലേ? അത് തികച്ചും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കളുടെയും മറ്റ് ഗുരുക്കന്മാരുടെയും ഒക്കെ നമ്മെക്കുറിച്ചുള്ള പ്രാർത്ഥന നമ്മെ തീർച്ചയായിട്ടും ഓരോ അപകടങ്ങളിൽ പെടാതെ നമ്മെ താങ്ങുന്നു എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ ഒരുപാട് പേർ തൻ്റെ മക്കളെയും കുടുംബത്തെയൊക്കെ തിരിച്ചു പിടിച്ച ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടല്ലേ? അപ്പോൾ ആരുടെയും ഒരു പ്രാർത്ഥനയും ഒരിക്കലും പാഴാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം നാം ചിന്തിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നവരാണ് നാം. പക്ഷെ എപ്രകാരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം? ഇവിടെ ദൈവവചനം പറയുന്നു, അവരുടെ വിശ്വാസം കണ്ടിട്ട് അവന് സൗഖ്യം കൊടുത്തു, അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തു. ഓക്കെ, അപ്പം വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന എപ്പോഴും നിലനിൽക്കുക തന്നെ ചെയ്യും. അത് രോഗിക്ക് സൗഖ്യമായി ഭവിക്കുന്നു. ഓക്കെ, പാപികൾക്ക് അത് ഒരു മോചനമായി ഭവിക്കുന്നു. ഓക്കെ, അപ്രകാരം പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കിപ്പോൾ ഒരു കോൾ വരുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഗ്ലാഡ്വിൻ. ഓക്കെ, ഗ്ലാഡ്വിൻ എവിടെന്നാ വിളിക്കുന്നേ? എവിടെയാ? ഓക്കെ, ഗ്ലാഡ്വിൻ സുഖമായിരിക്കുന്നോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പ, അമ്മ, ഞാൻ, അനിയത്തി, അമ്മച്ചി. ഓക്കെ, ഗ്ലാഡ്വിൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. എഞ്ചിനീയറിംഗിന്. ഓക്കെ, അനുജത്തി എന്ത് ചെയ്യുക? അനിയത്തി 9ാം ക്ലാസ്. 9ലാണ്. ഓക്കെ, അപ്പോ നല്ല ഹാപ്പി ഫാമിലിയാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ ഗ്ലാഡ്വിൻ? അപ്പോൾ ഗ്ലാഡ്വിന് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: യഹോവയുടെ പ്രവചനം അനുസരിച്ച് ഇസ്രായേലിന്റെ ശത്രുക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് ചോദ്യം. അവർ നശിച്ച് തീരെ ഇല്ലാതാകും. ശരി ഉത്തരവാണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, അതിന് മുൻപായിട്ട് ഗ്ലാഡ്വിൻ ഏത് ചർച്ചിലാ പോകുന്നേ? ഞാൻ ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ. ഓക്കെ, സൺഡേ സ്കൂളിനൊക്കെ ഇരിക്കാറുണ്ടോ? അതൊക്കെ കഴിഞ്ഞു. അപ്പൊ അധ്യാപകനായിട്ട് പോകുന്നുണ്ടോ? ഇല്ല. അതിനും ഇല്ല. അപ്പൊ ക്വയറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? ക്വയറിന് സൗണ്ട് പോകാറില്ല. ഓക്കെ, അപ്പോ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് പങ്കെടുക്കാറുണ്ട്, മടങ്ങി വരാറുണ്ട്. അപ്പൊ വീട്ടിലെത്തിയാൽ എങ്ങനെയാണ്? പ്രാർത്ഥിക്കാറുണ്ടോ? വചനം വായിക്കാറുണ്ടോ? എങ്ങനെയാണ്? അതൊക്കെ ചെയ്യാറുണ്ട്. കുടുംബ പ്രാർത്ഥനയൊക്കെ ചെയ്യാറുണ്ടോ? ഓക്കെ, അപ്പം പ്രാർത്ഥനയിൽ തന്നെ എപ്പോഴും വളരാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: യഹോവ ഇസ്രായേലിന് ആശ്വാസമായി എന്താണ് അരുളി ചെയ്യുന്നത്? ഞാൻ നിന്റെ വലത് പിടിച്ച് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന്. ശരി ഉത്തരവാണ്. ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ച് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ ഗ്ലാഡ്വിന് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പുകാരൻ ആരാണ്? ഇസ്രായേലിന്റെ പരിശുദ്ധൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധൻ. ഓക്കെ, ശരി ഉത്തരവാണ്. അപ്പോൾ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. റെഡിയാണോ? ഓക്കെ, ഇപ്പോൾ ഗ്ലാഡ്വിന് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേൽ ജനത്തെ ഏതിനോടാണ് യഹോവ ഉപമിച്ചിരിക്കുന്നത്? പുഴുവിനോട്. മിടുക്കൻ, എല്ലാത്തിനും നല്ല കറക്റ്റായിട്ട് ആൻസർ ചെയ്തിരിക്കുവാണ്. കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. അപ്പൊ ഇനിയും ദൈവവചനം ഇതുപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് നമ്മളെ വിളിക്കുന്ന സമയത്ത് അനുജത്തി ഉള്ളപ്പോൾ വിളിക്കണം കേട്ടോ. അനിയത്തിയോടും കൂടെ സംസാരിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗ്ലാഡ്വിൻ, താങ്ക് യു. ഇപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് ഗ്ലാഡ്വിൻ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ആ കുട്ടി വിളിക്കുന്നത്. അപ്പോൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആ ഒരു ടോപ്പിക്കിലേക്ക് മടങ്ങി വരാം.
അപ്പോൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ വളരെയധികം വേഗത്തിലെത്തുന്നു. സ്വർഗം അത് പെട്ടെന്ന് തന്നെ കേൾക്കുന്നു. വിശ്വാസം മാത്രം മതിയോ ഒരു പ്രാർത്ഥനയിൽ? ഒരിക്കലുമല്ല. താഴ്മയോടും ഭയഭക്തി ബഹുമാനത്തോടും വിശ്വാസത്തോടും കൂടി ദൈവസന്നിധിയിൽ കൊള്ളുന്ന അല്ലെങ്കിൽ സ്തോത്രത്തോടു കൂടി ദൈവസന്നിധിയിൽ എടുക്കപ്പെടുന്ന പ്രാർത്ഥനകൾക്ക് വേഗം തന്നെ ഉത്തരം കിട്ടും എന്നുള്ളതിന് സംശയമില്ല. അതുപോലെ ഇപ്പോൾ നാം നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാതെ നിങ്ങൾ മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാകുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരുത്തൻ ഒരുത്തനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള വചനപ്രകാരം പോലെ തന്നെ ബൈബിൾ പറയുന്ന വേറൊരു കാര്യമാണ് നിങ്ങൾ മറ്റൊരുത്തനും കൂടി വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഓക്കെ, ഒരുത്തൻ നീതിമാന്റെ പ്രാർത്ഥന ഏറ്റവും വലുതാകുന്നു, അത് സ്വർഗം പെട്ടെന്ന് തന്നെ കേൾക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു നീതിമാനായിട്ടുള്ള, ഇപ്പം നമുക്കറിയാം ഏതൊരു സഭയിലേക്ക് കടന്നു പോയാലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ, ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ നാം ആദ്യം ആശ്രയം വെക്കുന്നത് ദൈവത്തെ തന്നെയാണ്. പക്ഷേ അവരെ ദൈവമായിട്ട് നമ്മെ യോജിപ്പിക്കുന്ന ഒരാളെ, ഒരു പുരോഹിതനെ കണ്ട് നാം ആദ്യം നമ്മുടെ ആവശ്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ പുരോഹിതനിൽ കൂടെ നാം പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുകയും അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഇതിനൊരു മധ്യസ്ഥൻ്റെ ആവശ്യം, ഇങ്ങനൊരു പുരോഹിതൻ്റെ ആവശ്യം ബൈബിൾ പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ നീതിമാന്റെ പ്രാർത്ഥന സ്വർഗം വേഗം കേൾക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു പുരോഹിതന്, കാരണം നാം എപ്പോഴും പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരാണ്. ഈ പുരോഹിതൻ എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ എപ്പോഴും കളങ്കമില്ലാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അവർ മുഖാന്തരം ദൈവസന്നിധിയിൽ എത്തുന്ന പ്രാർത്ഥനയ്ക്ക്, യാചനകൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മധ്യസ്ഥൻ ഇല്ലെങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥനയും യാചനയും ദൈവസന്നിധിയിലെത്തുന്നു. പക്ഷേ ഇതിനേക്കാളും വേഗത്തിലെത്തുന്ന എന്താണെന്നറിയാവോ? നാം മറ്റുള്ളവർക്ക് അന്യോന്യം പ്രാർത്ഥിക്കുന്നവരും താങ്ങുന്നവരുമായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ വലിയ വലിയ തെറ്റുകളും ക്ഷമിച്ചു തരും. ചെറിയ തെറ്റ് പോലും ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ വലിയവനായ ദൈവം നിങ്ങളുടെ വലിയ തെറ്റുകൾ എങ്ങനെ ക്ഷമിച്ചു തരും എന്ന് ബൈബിൾ ചോദിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു കാര്യം തന്നെയാണ് പ്രാർത്ഥനയിലും വരുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കൂടി ദൈവസന്നിധിയിൽ പറയാനായിട്ട് നാം തയ്യാറാവുന്നത് വഴി ദൈവം നമ്മോടുള്ളൊരു ഒരു സ്നേഹം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവന് മാത്രം വേണ്ടിയല്ല, മറ്റുള്ളവരെയും കരുതുന്നവനാണ്, എന്നെപ്പോലെ മറ്റവരെയും സ്നേഹിക്കുന്നവനാണ് എന്നുള്ളൊരു തോന്നൽ ദൈവത്തിനുണ്ടാവുകയും മനസ്സലിയുകയും അതുവഴി നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് ദൈവം യഥാസമയം നടത്തി തരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അപ്രകാരം നല്ലൊരു ജീവിതം, വിശ്വാസത്തിലും പ്രാർത്ഥനയിലും മറ്റുള്ളവരോടുള്ള ഒരു സ്നേഹത്തിലും ഐക്യത്തിലും നമ്മുടെ വിശ്വാസ ജീവിതം ദൈവത്തോടുള്ള ഒരു സ്നേഹബന്ധം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്രകാരം നല്ലൊരു പോരാളിയായിട്ട് ഈ ഒരു ജീവിതം കംപ്ലീറ്റ് ചെയ്യാൻ, ഫിനിഷ് ചെയ്യാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.